വായിക്കടേ സമയം കിട്ടുമ്പോൾ അതൊക്കെ വായിക്കടേ. അമ്പിളിച്ചേട്ടൻ പലപ്പോഴും ചിലപ്പോൾ ചില വാരികളിലൊക്കെ തന്നെ നായകന്മാരായിട്ട് കത്തി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പോലും ചില സത്യങ്ങൾ പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ നെടുന്തൂണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചാൽ ചില അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവോടെയാണ് ഇതൊക്കെ സംസാരിച്ചത്. തിരിച്ചറിവോടെ ചില ചിത്രങ്ങൾ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും മനസ്സിലാക്കി അല്ല അന്നേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ അറിഞ്ഞുകൊണ്ട് കൂടി ഒഴിക്കുവായിരുന്നു. അറിഞ്ഞോണ്ടല്ല, സത്യങ്ങൾ പറയുന്നത് ഒരു മോശപ്പെട്ട മോശപ്പെട്ട ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്റെ അളവിൽ അതിനൊരു പറയുന്നതിനൊരു ന്യായം കാണും, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ഞാൻ പലപ്പോഴും പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ സംബന്ധിച്ച് നിർമ്മാതാവും സംവിധായകനുമാണ് മുഖ്യ ആൾക്കാർ. ഇപ്പോഴും എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇപ്പോഴും പണ്ട് പറഞ്ഞത് മാറ്റി പറയല്ല. സിനിമയെ സംബന്ധിച്ച് ഞാൻ സിനിമയിലാണല്ലോ നിൽക്കുന്നത് 35 വർഷമായിട്ട്. നിർമ്മാതാവില്ല എങ്കിൽ ജഗദീഷ് കുമാറിന്റെ സ്റ്റാർഡം ഇല്ല. ശരിയാണോ? എന്റെ ആവശ്യപ്പെടുന്ന കട്ടപ്പോക. എന്റെ തൊഴിൽ അതാണ്. അപ്പൊ നിർമ്മാതാവിനെ പരിരക്ഷിക്കുക എന്നുള്ളത് നടന്മാരായ ഞാനടക്കം സംവിധായകനടക്കമുള്ള കടമയാണ്. സിനിമ ഇസ് ദി ആർട്ട് ഓഫ് ദി ഡയറക്ടർ. ക്യാപ്റ്റൻ ഇപ്പൊ ഷിപ്പിന്റെ എല്ലാ ചുമതലയും ക്യാപ്റ്റൻ, എല്ലാ അധികാരവും ക്യാപ്റ്റൻ. മുക്കുന്നതും ഷിപ്പ് മുങ്ങിപ്പോകുന്നതിനും ഉത്തരവാദി ക്യാപ്റ്റനാണ്. അത് മുങ്ങാതെ പോകുന്നതിന് ഉത്തരവാദി ക്യാപ്റ്റനാണ്. അവർ പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ പാസഞ്ചേഴ്സിനെ മുഴുവൻ രക്ഷിച്ച് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടുക. കാരണം കപ്പലിന്റെ ഭർത്താവാണ് ക്യാപ്റ്റൻ. ഇല്ലെങ്കിൽ കപ്പലിനോടൊപ്പം മരിക്കുക എന്നാണ്. അതാ കളി. അതാണ് അവര് ക്യാപ്റ്റനായിട്ട് എൻറോൾ ചെയ്യുമ്പം പ്രതിജ്ഞ. അതാണ് സത്യപ്രതിജ്ഞ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ്. അപ്പോ സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് സംവിധായകനാണ്. ഇവരെ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദല്ലാളിന്റെ പണിയാണ് നിർമ്മാതാവ്. അല്ല, അതെ, ഒരു സംവിധായകനെ ഏൽപ്പിക്കുന്നു. ഒരു സംവിധായകനെ കോടികൾ ഏൽപ്പിച്ച് പടം ചെയ്യുന്ന ആളല്ലേ നിർമ്മാതാവ്. അവരുടെ സ്ഥാനം എന്ന് നഷ്ടപ്പെടുന്നു അത് സിനിമയെ ഗുരുതരമായി ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു അല്ല, അവരുടെ സ്ഥാനം എന്ന് നഷ്ടപ്പെടുന്നുവോ അത് സിനിമയെ ബാധിക്കും. അതൊരിക്കലും ഒരു നടന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ പാടില്ല. അത് എന്റെ തിയറി അന്ന് തന്നെയാണ്, ഇന്നും ഇതാണ്. അമ്പിളിച്ചേട്ടന് മുൻകോപം വരാറുണ്ട്? എനിക്കുള്ള ഏക ഒരു ദൂഷ്യം അതാണ്. നിയന്ത്രിക്കാൻ ചിലപ്പോ പെട്ടെന്ന് ഈ പരമാവധി അമ്പിളിച്ചേട്ടന് കലി വന്നു ചോദിച്ചു. ഞാൻ അമ്പിളിച്ചേട്ടനെ അങ്ങനെ പ്രകോപിപ്പിച്ച് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? എന്റെ കമാലത്തിൽ അടിച്ചു പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ആ രീതിയില് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എന്നാലും ദേഷ്യം അങ്ങനെ വിവരം ഇത്രയും കാലത്തിനിടയ്ക്ക് വന്ന ദേഷ്യം ആലോചിച്ചു. അതിനിടയ്ക്ക് അതിനനുസരിച്ച് പ്രതികരിക്കും എന്നും പറഞ്ഞ് നമുക്കൊരു ഒരാളെ വേദനിപ്പിക്കാനോ ഒന്നും ആഗ്രഹമില്ല, ആരെയില്ല. അമ്പിളിച്ചേട്ടന്റെ ഡയലോഗുകളൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടാ കിടക്കും. ഒരു കിരീടത്തിലൊക്കെ ഒരു ലോഡ് ശവങ്ങൾ വീഴുമെന്നൊക്കെ പറഞ്ഞതും കിലുക്കത്തിലെ ചില ഡയലോഗുകൾ അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു നടക്കും. ഈ അമ്പിളിച്ചേട്ടന്റെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ഇത് ഉറക്കെ വിളിച്ചു പറയാം, അങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ പല കവലേ എന്നൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ പറയാം, പാന്റാണ് ഇട്ടിരിക്കുന്ന കവലെന്ന് പറയുന്നത്, ഞാൻ പാന്റാണ് ഇട്ടിരിക്കുന്ന സഹോദര എന്ന് പറയുമ്പോൾ പുള്ളിയും ചിരിക്കും. ഈ കവല ചിലപ്പോൾ ആൾക്കാരെ മറന്നുപോയി കിടന്നു. കാര്യം മൂന്നാം പക്കത്തില് സത്യം പറഞ്ഞാല് ഈ ക്യാമറയെ നോക്കി തുണി ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അപാര ധൈര്യമാണ്. അത് അമ്പിളിച്ചേട്ടൻ പക്ഷെ അതിനകത്ത് ക്യാരക്ടറിന്റെ കവല എന്ന് പറഞ്ഞാൽ ഈ തുണി നോക്കി കാണിക്കുന്ന ആളാണ്. ഒരു ചെറിയ ബുദ്ധിയും കൂടെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം കവലെ എന്ന് വിളിക്കുമ്പം കവല ഒന്നായും എന്റെ ഫുൾ റേഞ്ച് നീ കണ്ടിട്ടില്ലെന്നുള്ള ലൈൻ അല്ലേ. അപ്പൊ അത് ഇരിക്കുന്നത് കുറച്ചു കാലം നമ്മുടെ മലയാളികൾ അമ്പിളിച്ചേട്ടൻ ഇപ്പൊ പത്മരാജനാണല്ലോ ആ പടം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പടങ്ങളിൽ ഒന്നായിരുന്നു മൂന്നാം പക്കം. അപ്പൊ ഞാൻ ചെയ്ത നല്ല കഥാപാത്രങ്ങളിലൊരു എനിക്കൊന്ന് അമ്പിളിച്ചേട്ടന് വേറൊരു മുഖം തന്ന ഒരു ഇതായിരുന്നു. എനിക്കൊന്ന് ജഗദീഷ് കുമാറിന്റെ കരിയർ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ ഈ മൂന്നാം പക്കത്തിലെ കവല എന്ന് പറഞ്ഞാൽ വേറെ റോളുണ്ട്. കാരണം കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ സംവിധായകന്റെ പ്രതിഭ എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും അതായിരുന്നു. ഞാൻ ആ മൂന്നാം പക്കം സിനിമ കണ്ട് കുറെ കാലത്തോളം മറക്കാത്ത അമ്പിളിച്ചേട്ടൻ ഒരു ഡയലോഗ് ഉണ്ട്. ജയറാമിന്റെ കഥാപാത്രം മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അമ്പിളിച്ചേട്ടൻ. എനിക്ക് അമ്പിളിച്ചേട്ടന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തം ആയിരുന്നു അത്. ഓർക്കുന്നുണ്ടോ അമ്പിളിച്ചേട്ടൻ? നമ്മുടെ കുഞ്ഞ് എന്ന് പറയുന്നത് അത് എനിക്ക് ഒരുപക്ഷെ അത്രയും നല്ല, അത് അധികം പറയുന്നതിനേക്കാൾ നല്ലത് വളരെ കുറച്ച് പറയാതുള്ള. ഇപ്പൊ MT സാറിന്റെയോ പത്മരാജൻ ചേട്ടന്റെയോ ഒക്കെ സ്ക്രിപ്റ്റുകളുടെ വിശേഷം അതാണ്. ധാരാളം പറയാൻ നിൽക്കില്ല, ഒരു നോട്ടം, ഒരു വാക്ക്, അതിനൊക്കെയാണ് നമ്മൾ പ്രതിഭ എന്ന് പറയുന്നത്.
ആ സമയത്ത് നമ്മുടെ കുഞ്ഞ് കടൽ വെള്ളത്തിൽ വീണ് ഒരു കുടം വെള്ളം കുടിച്ച അയ്യോ എനിക്ക് താങ്ങാൻ വയ്യ, സഹിക്കാൻ വയ്യ, അയ്യോ എൻ്റെ വയറ് വീർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വികാരം അങ്ങ് പോയി. പകരം ഹ്യൂമർ എന്നൊരു വികാരം വരികയാണ് അവിടെ. അത് നടന്റെ കാലിബർ പോലെ അതിന് ഹ്യൂമർ വരുത്താം, ചിരിപ്പിക്കാൻ പറ്റും നല്ലൊരു നടനാണെങ്കിൽ. ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞ് ഈ ഉപരിപ്ലവമായിട്ടുള്ള രീതിയിൽ ചില ചേഷ്ടകളോടും കൂടിയൊക്കെ ഒരു വിദൂഷകന്റെ രീതി ചെയ്യാം. പക്ഷെ മറ്റേത് കഥാപാത്രമാണ്. അപ്പൊ എന്റെ കുഞ്ഞ് എന്നുള്ള മനസ്സിൽ തട്ടിയ വികാരത്തിൽ എതിരെ നിൽക്കുന്ന തിലകൻ ചേട്ടനെ പോലെ ഒരു അതുല്യ നടനാണെന്നും കൂടെ ഓർക്കണം. എന്റെ കുഞ്ഞ് എന്നുള്ളത് പാളിയാൽ അവിടെയും പാളും, അവിടെ അതിശക്തമായി ഇങ്ങോട്ട് പ്രതികരിച്ചാൽ ഞാനും പാളും. അപ്പൊ അത് കേട്ടിട്ട് ആ ഒരു വേദന ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു അഭിനേതാവ് ആകണം എതിരെ നിൽക്കേണ്ടത്. ആ ചിത്രത്തിൽ ഓപ്പോസിറ്റ് തിലകൻ ചേട്ടൻ വന്നത് എനിക്ക് വലിയ ഗുണകരമായ ഒരു കാര്യമായി, ഭാഗ്യമായി. എനിക്ക് ഒരു നടൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭാഗ്യമായി. കവല പോലുള്ള ചില കഥാപാത്രങ്ങൾ, ചിലപ്പോൾ ജീവിതത്തിൽ നിന്നു പോകുന്ന ചില കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ പറയുന്ന ചില ഡയലോഗുകൾ തമാശാണെന്ന് പ്രേക്ഷകൻ തെറ്റിദ്ധരിച്ച് ഈ കഥാപാത്രത്തെ മനസ്സിലാകാതെ പോയ സന്ദർഭം ഉണ്ടായിരുന്നു സിനിമയിൽ. ചില സിനിമകളിൽ, ചിലരുടെ സിനിമകളിൽ, ചിലരുടെ സിനിമകളിൽ അത് പ്രതിഭാദാരിദ്ര്യത്തെ കുറിച്ചാണോ ചേട്ടാ ഉദ്ദേശിച്ചത്? അതെ അതെ. അല്ല, എന്നെ കൊണ്ട് അങ്ങനെ പറയിക്കരുത്. എനിക്ക് കറക്റ്റായിട്ട് അതിനു മുൻപ് സിനിമ എന്ന് പറഞ്ഞാൽ നാടകം പോലെ 1-ാം രംഗം, 2-ാം രംഗം, 3-ാം രംഗം അങ്ങനെ എടുക്കുന്ന ഒന്നല്ല. ചിലപ്പോ 10ാമത്തെ സീനായിരിക്കും ആദ്യം എടുക്കുന്നത്, 90ാമത്തെ സീനായിരിക്കും അവസാനം എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രസവം ആദ്യം അതിൽ ഹ്യൂമർ ഉണ്ട്. ആദ്യം പ്രസവം എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കല്യാണം എടുക്കും, പിന്നെ പ്രേമം എടുക്കും, ഒരു തമ്മി കണ്ടുമുട്ടുന്നത്. ആ രീതിയാണ് സിനിമ. ഇത് പ്രസവമാണെന്നും അത് കല്യാണമാണെന്നും അത് പ്രേമമാണെന്നും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ റോ മെറ്റീരിയൽസ് തരണം. അതാണ് സംവിധായകന്റെ ജോലി. ഇത് തരുന്നതിൽ ചിലരൊക്കെ പാളിച്ച പറ്റും, ചിലർക്ക് പാളിച്ച പറ്റും. അപ്പൊ നമ്മളൊരു രീതി പെർഫോം ചെയ്യുമ്പം ഏത് ലെവൽ വരെ ആകാം എന്നുള്ളത്, അതാണല്ലോ ഡയറക്ടർ എന്ന് പറയുന്നത്. ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അത്രയും മതി, കുറച്ചും കൂടെ സങ്കടം വരാൻ കേട്ടോ, ആ ശബ്ദം ഒന്നും കൂടെ എറിയാൻ നന്നായിരിക്കും, ആ അളവിന് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത്രയും മതി എന്ന് പറയും. ഞാൻ 1-2 ഫിലിം സ്ക്രിപ്റ്റ് 1-2 നല്ല എഴുത്തുകാർ എഴുതിയത് കണ്ടപ്പോഴേ, സ്ക്രീൻ പ്ലേ എഴുതി കണ്ടപ്പോ അതിൽ 1-2 സ്ഥലങ്ങളിൽ അവര് ജഗതി കോമഡി ഉണ്ടാക്കുന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. അതായത് അവര് കോമഡി എഴുതുന്നില്ല, അത് പൂർണ്ണമായിട്ടും അമ്പിളിച്ചേട്ടന് വിട്ടുതരുന്നു. അങ്ങനെ പറഞ്ഞാൽ ജഗതി കോമഡി ഉണ്ടാക്കൂ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ജഗതി ചെയ്തോളും എന്ന് പറഞ്ഞു വിടും. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ കാണും. ഇപ്പൊ നമ്മുടെ അശോകനോ അല്ലെ ജഗദീഷോ, അങ്ങനെ ജഗദീഷും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഡ്യൂട്ടി ഇഞ്ഞ് തരും, അതൊന്ന് ചിട്ടപ്പെടുത്തി ശരി. പക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ചേർക്കാം. ഒന്നുമില്ലാതെ എഴുതുക എന്ന് പറഞ്ഞ് ബാസി സാർ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ എഴുതണം, കഥയുമായിട്ടൊരു ബന്ധമില്ലായിരിക്കും. അപ്പൊ അദ്ദേഹം അഭിനയിച്ച കാലത്ത് കഥയുമായിട്ട് ബന്ധമില്ലല്ലോ. കാരണം ബാസി എന്തെങ്കിലും എഴുത്, അപ്പൊ അദ്ദേഹം ശ്രീലതയും എന്നെയും കുഞ്ചനെയും ആലുമുടനെയൊക്കെ വെച്ചിട്ടൊരു സീൻ എഴുതും. എന്തിനാണ് ആ സീൻ എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു തിരക്കഥാരീതിയും പ്രേക്ഷകരുടെ മനസ്സും മാറി, കഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പോകാൻ. അപ്പൊ കഥയുമായിട്ട് ബന്ധമുള്ള എഴുത്തുകാരന്റെ സഹായമെങ്കിലും വേണം. മിക്കവാറും റൈറ്റർ ഉണ്ടെങ്കിൽ ആദ്യം റൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കും. റൈറ്ററെ കൂടെ വിളിച്ചിരുത്തിയിട്ട് എന്റെ അഭിപ്രായങ്ങൾ റൈറ്ററുടെ പറയും. റൈറ്ററെ കൊണ്ടങ്ങ് എഴുതി. ഡയലോഗുകളൊക്കെ സാധാരണ സിനിമയിൽ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ മലയാള സിനിമയ്ക്ക് അതൊക്കെ അമ്പിളിച്ചേട്ടന്റെ സ്വന്തം പ്രയോഗം. അല്ല, അവിടെ അമ്പിളിച്ചേട്ടൻ ചില ആൾക്കാർ പറയാറുണ്ട്, ചില ക്യാമറമാൻമാരൊക്കെ രഹസ്യമായിട്ട് പറയാറുണ്ട്, ജഗദീഷ് ശ്രീകുമാർ ആ ഫ്രെയിമിൽ നിൽക്കുന്നത് ഞങ്ങൾ ഷോട്ട് കട്ട് ചെയ്തില്ല, പുള്ളി ഇഷ്ടം പോലെ അഭിനയിച്ചോട്ട് പിന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇഷ്ടം പോലെ അഭിനയമില്ല, അത് ഒരു ഷോട്ടിന്റെ അവസാനം ഒരു വാക്കിലാണ് എഴുത്തുകാരൻ നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു മൂളലോ ഒരു ചിരിയോ ഒക്കെ ആ ഫ്ലോയിൽ എക്സ്ട്രാ ആയിട്ട് വന്നു. ഈ അമ്പിളിച്ചേട്ടൻ പലപ്പോഴും സിനിമയിൽ ഫ്രെയിമിൽ പോകുന്ന പോക്കിൽ എന്തെങ്കിലും ഇട്ടേച്ചേ പോകും, എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടേച്ചേ പോകും. അല്ല, അപ്പൊ ഞാൻ ഇപ്പൊ ഫ്രെയിമിൽ 3-4 പേര് കാണും, ചിലപ്പോൾ പുതിയ ആളുകളൊക്കെ കാണും. അവരുടെ ശ്രദ്ധ, അവർക്ക് പ്രേക്ഷകന്റെ ശ്രദ്ധ കുറയാൻ ചെയ്യാമല്ലോ, അവർക്കും ചെയ്യാം, ഇതുപോലെ അവർക്കും ചെയ്യാമല്ലോ. അത്രയും ഒരു ധൈര്യം കാണും അമ്പിളിച്ചേട്ടൻ. ധൈര്യം വേണോ ഇതിന്? അത് വേണം, പിന്നെ അതുണ്ടെന്ന് വിചാരിച്ചാൽ മതി, അത് വലിയ പ്രശ്നമില്ല. ഈ അതുണ്ടെന്ന് വിചാരിക്കണം. വിളിച്ചിട്ട് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സിനിമ ഷൂട്ടിംഗ് കാണാതെ ഉള്ള പ്രേക്ഷകർ ഇപ്പൊ കാണും, വിദേശത്തൊക്കെ താമസിക്കുന്നവരൊക്കെ കാണും. ഈ ഏഷ്യാനെറ്റ് ഇപ്പൊ നമ്മൾ സംസാരിച്ച് കണ്ടോണ്ടിരിക്കും. ഇപ്പോ ഉണ്ടാവും സിനിമ ഷൂട്ടിംഗ്. ഈ കേബിൾ എല്ലായിടത്തും ചെന്ന് കയറിയിരിക്കുകയാണ്. ഇപ്പോ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ ഓടി വന്ന ആൾക്കാർ തിടുക്ക കൂട്ടി വന്ന് ടൗണിലൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ എന്റെ അടുത്തൊന്നും ഒരൊറ്റ കുഞ്ഞും വരാറില്ല. വന്നാൽ ഏത് പടമാണ് ചേട്ടാ നടക്കുന്നത്, ആരാ ഡയറക്ടർ, അത് ഇന്നാരാണ്,
പോയല്ലോ പോയി. അല്ല വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ തന്നെ അയാളുടെ ജോലിക്ക് പണ്ടതല്ല. പണ്ട് നസീർ സാറിനെ കാണാനും ഇപ്പോഴും ആ സമയത്ത് കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോയാൽ ഈ ആവേശവും സ്നേഹവും കൊണ്ടുള്ള ഒരു തള്ളലുണ്ട്. ദിവസങ്ങളോളം അവർ നിൽക്കും. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ ഈ ഷൂട്ടിംഗ് ചെല്ലാത്തതുകൊണ്ടാണ്. ഇനി അതിപ്പോ ഒറ്റപ്പാലത്തേക്ക് ലെൻസ് ചോദിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും അവിടെ താമസ സൗകര്യമുണ്ട്. അതുപോലെ എല്ലാ കുഗ്രാമങ്ങളിലും സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ ഒരു ഹോട്ടൽ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയോടുള്ള അന്ധമായ ഭ്രമം പ്രേക്ഷകന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. അന്ധമായ താരാരാധന കുറയും. ആ അന്ധമായ താരാരാധന കുറയുന്നതാണ് ഒരളവ് വരെ പ്രതിഭകളെ സൃഷ്ടിക്കാൻ നല്ലത്. മികച്ച പെർഫോമൻസിനോടൊപ്പം മനുഷ്യർ കൂടുതൽ. അമ്പിളിച്ചേട്ടൻ പറയുന്നത് ഇപ്പം ഉദാഹരണം മോഹൻലാൽ അഭിനയിക്കുന്നെങ്കിൽ കഥാപാത്രം മാറി നിൽക്കുകയും മോഹൻലാൽ നിൽക്കുകയും ചെയ്യും സിനിമയിൽ. അല്ലേ? മിക്കവാറും അങ്ങനെ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കരുതല്ലോ. മമ്മൂട്ടി സിനിമയെ കാണാൻ പാടില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ സിനിമയിൽ കാണാൻ പാടില്ല. സിനിമയിൽ കാണരുത്, കഥാപാത്രമേ കാണാവൂ. പ്രേക്ഷകനെ കഥാപാത്രമേ കൊടുക്കാം. അമ്പിളിച്ചേട്ടാ ശ്രദ്ധിക്കും അങ്ങനെ സിനിമയിൽ ഞാൻ ഫ്രെയിം നിൽക്കുമ്പോൾ ജഗദീഷ് ശ്രീകുമാർ എന്നുള്ള നടൻ അയാളെ പൂർണ്ണമായിട്ടും ഈ ഫ്രെയിമിൽ നിന്ന് പറിച്ചല്ല. എന്റെ സംസാര രീതി ഇതല്ലല്ലോ സിനിമയിൽ, എന്റെ സ്ഥായിയായ എക്സ്പ്രഷനും ഇതല്ലല്ലോ സിനിമയിൽ. മാറ്റിക്കളയും. അല്ല ഇതല്ലല്ലോ. ഞാനിപ്പോ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് വന്നാൽ ആ കഥാപാത്രത്തിന്റെ വിഡ്ഢിത്തമോ അതിന്റെ ബുദ്ധിപരമായ അവസ്ഥ കൂടിയല്ലേ വരാറുള്ളൂ. അല്ലാതെ ഈ അവസ്ഥയിലോ ഈ മേക്കപ്പിലോ ഈ സെറ്റപ്പിലോ ഈ ഒരു രീതിയിലോ ഞാൻ എന്റെ ജീവിതത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ.